ഇപ്പൊ മാളികപ്പുറം ഒരു ഹിറ്റാണ്. പക്ഷെ മാളികപ്പുറം ഹിറ്റാവാൻ കാരണം എനിക്ക് ഷുവറായിട്ട് പറയാം, ഞാനും ഉണ്ണി മൂന്തൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നുള്ള ആ ഒരു ഹീറ്റഡ് ഫോൺ കോളാണ്. സ്ട്രെയിറ്റ് അവേ ഞാൻ കാര്യത്തിലേക്ക് വരാം. വേണ്ട, അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മാർക്കോ മൂവി ഇറങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത റിവ്യൂ, അതിൽ ഞാൻ ബണ്ണ് കടിച്ചിരുന്ന ആ ഒരു സീന് ഞാൻ പലപ്പോഴായിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ റിവ്യൂല് ഞാൻ പറഞ്ഞത് മെജോറിറ്റിയും നല്ല കാര്യങ്ങളാണ്. അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞതൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ, ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഓവറായില്ലേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ 1-2 പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷേ അതിലേക്ക് ഒരു നെഗറ്റീവ് ആംഗിൾ, ഒരു ഗ്രഡ്ജിന്റെ ആംഗിൾ കൊണ്ടുവന്ന ഇവിടുത്തെ PR വർക്കേഴ്സിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ സംസാരിക്കും. കാരണം എന്നിലേക്ക് അടിച്ചേൽപ്പിച്ച ഈ ഒരു തരം PR ഗെയിം അത് ആരിൽ നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ എക്സ്പോസ് ചെയ്ത് പറയാൻ പോകുന്നത്. കാല് പിടിക്കുവാന്ന് വിചാരിക്കും, അലമ്പാക്കരുത്. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി പൊളിക്കാൻ ഒരുപാട് പേര്, കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാരണം പലർക്കും അവരുടെ അടിവാരം ഇളകുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ എന്തിനാണോ ചിരിച്ചേ? വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? അതുകൊണ്ട് എന്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കുക, എന്നെ ഒരു മീം മെറ്റീരിയൽ ആക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ടാസ്ക് ആണ്. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയില്ല നിങ്ങളെ. ഇതുവരെ മാർക്കോടെ മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ സിനിമകളും ഇറങ്ങിയപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സിനിമകളുടെയും ആ വ്യക്തിയുടെയും പേഴ്സണൽ PR നടന്നിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു മതം, അല്ലെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇയാളുടെ പേഴ്സണൽ ലൈഫ്, ഈ കല്യാണം, അത് ഇത്, അങ്ങനെ കുറെ ഗോസിപ്പുകൾ വെച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ടുള്ള എഫക്റ്റും ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടന്റെ മുകളിൽ മാർക്കോ ഇറങ്ങുന്നത് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ? അത് ഉത്തരം പറ. ഉണ്ണി മുകുന്ദൻ ഫാൻസ് തന്നെ അഡ്മിറ്റ് ചെയ്തൊരു സത്യമാണ്. അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എന്റെ കിടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ഇപ്പൊ വെക്കുന്നില്ല. ഈ സിനിമ ഇറങ്ങി ഇതിന്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് ആ ബന്ന് കടിച്ചു പിടിച്ച് ഞാൻ എന്റെ ഹൈയിൽ വെച്ചതാ. ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടം അത്രയും ഇഷ്ടമായി. ഞാൻ അത്രയും ഹൈ ആയിട്ട് നിൽക്കുമ്പോ ചെവി അടിച്ച് പറിക്കാൻ പറ്റില്ലല്ലോ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പുറകെ കിടന്ന് തള്ളുന്നതിന് അന്നും എന്നും ഒരു ചേഞ്ചും. ബന്ന് മേടിച്ച് ബന്ന് കയ്യിൽ വെച്ചിട്ട് അത് ഞങ്ങളത് ആ രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ നിൽക്കുന്ന രസത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോട് പറയാൻ, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. സിനിമ ഇഷ്ടപ്പെട്ടില്ല, സിനിമ മോശമാണെന്ന് ഞാൻ അത് പറഞ്ഞിട്ട് പോകൂടെ, എനിക്ക് അതിനുള്ള ഉറപ്പൊക്കെ ഉണ്ട്. ഒന്ന് നിർത്ത്, എന്നെ വിശ്വസിക്കണം. പ്രത്യേകിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്ത എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഒരുമാതിരി വർഗീയത കുത്തിക്കലർത്തിയിട്ടുള്ള ഒരു മറ്റോടത്തെ PR ആണ് എനിക്കെതിരെ നടത്തിയത് എന്നുള്ളത്. തമാശ പറയാൻ ഞാനൊന്ന് വെച്ചെന്നാലോ. ആൻഡ് അതിന് വേറൊരു പാറ്റേൺ ആയിരുന്നു. ഈ മാർക്കോടെ ഒബ്സ്ക്യൂറ മീഡിയ ചെയ്ത ആ ഒരു പാറ്റേണിലേ അല്ല എനിക്കെതിരെ നടന്ന PR. ഈ ചേട്ടന്റെ ബുദ്ധിയാ സമ്മതിച്ചിരിക്കുന്നത്. അതിനൊരു കാരണം ഈ സിനിമയുടെ എല്ലാ പ്രൊമോഷൻസും, അതായത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും അല്ലാതെ കോളേജ് ഇവന്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് അവരും, ട്രോളുകൾ കൈകാര്യം ചെയ്തത് ഈ വിപിൻ കുമാറുമാണ്. എനിക്കെതിരെ വരുന്ന ട്രോളുകള്, മീമുകള്, ട്രോൾ ഇടുന്ന പേജുകള്, മീം ഇടുന്ന പേജുകള് വളരെ വ്യക്തമായിട്ട് ഈ സംഘ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പേജുകളും ചെയ്യുന്ന വ്യക്തികളുമാണ്. അത് കണ്ട് അതിന്റെ വ്യൂവർഷിപ്പ് കണ്ടപ്പോ ബാക്കിയുള്ളവരും കൂടെ ചെയ്തു, കൂടെ തുള്ളി. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ മാളികപ്പുറം ഒരു ഹിറ്റാണ്. പക്ഷെ മാളികപ്പുറം ഹിറ്റാവാൻ കാരണം എനിക്ക് ഷുവറായിട്ട് പറയാം, ഞാനും ഉണ്ണി മൂന്തൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നുള്ള ആ ഒരു ഹീറ്റഡ് ഫോൺ കോളാണ്. അത് മാർക്കറ്റ് ചെയ്തതും ഒരു റിലീജിയസ് ആസ്പെക്ട് വെച്ച് ഒരുമാതിരി വർഗീയത കലർത്തിയിട്ടുള്ള മാർക്കറ്റിംഗ് അവിടെയും നടന്നിട്ടുണ്ട്. ഞാൻ അതന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വേറൊരു സിനിമ ഇറങ്ങി, ജയ് ഗണേഷ് എന്ന് പറഞ്ഞിട്ട് ഈ നടന്റെ. അന്ന് സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിനകത്താ. അതിനൊന്നും ഇല്ലേ? ഈ ഒരു ജയ് ഗണേഷിന്റെ പ്രൊമോഷൻ രീതിയും ഞാൻ ഇപ്പൊ ഒന്ന് എടുത്ത് അസസ് ചെയ്തു. ഈ വർഗീയത, ഈ പറഞ്ഞ റിലീജിയസ് എലമെന്റ് കയറുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് നടന്നതുകൊണ്ടും സീക്രട്ട് ഏജന്റ് റിവ്യൂ പറയാനോ സീക്രട്ട് ഏജന്റ് സ്ഥലത്തോ ഇല്ലാത്തതുകൊണ്ട് എന്റെ തലയിലും കൊണ്ടിടാൻ പറ്റാത്തതുകൊണ്ട് ആ സിനിമ ഹുദാ ഹവാ പോകാം. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഊള പരിപാടിയാണ്. ഞാൻ വിട്ടുതരില്ല. അനീതിയും മർദ്ദനും എനിക്കൊരു പ്രശ്നമല്ല.